വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ നിന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മോർണിംഗ് സ്കിൻ കെയർ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേരെ കമൻറ്റ് ഞാൻ കണ്ടു, സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ സ്കിൻ കെയർ റൊട്ടീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും എൻ്റെ സ്കിൻ ക്ലിയർ അല്ല, ഞാൻ നിങ്ങളെ കുറച്ചുകൂടി അടുത്ത് വന്നത് കാണിക്കും എൻ്റെ സ്കിന്ന്. എനിക്കിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് പിമ്പിൾ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 3-4 ദിവസം മുൻപ് വന്നതാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, ഡാർക്ക് സർക്കിൾ ഉണ്ട്. ഈ നോസിൻ്റെ ഭാഗത്തായിട്ട് കുറേ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, ഇവിടെയും കുറേ ഡാർക്ക് സ്പോട്ട് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പിമ്പിൾസ് ഉണ്ട്. മൊത്തത്തിൽ എൻ്റെ സ്കിന്ന് ക്ലിയർ അല്ല. കുറേ പേര് വീഡിയോയിൽ പറഞ്ഞാൽ കേട്ടു, കമൻറ്റ് ചെയ്യുന്ന കണ്ടു ഞാൻ, എൻ്റെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടെന്ന്. ഒരിക്കലും അല്ല, എൻ്റെ സ്കിൻ ക്ലിയർ അല്ല, പക്ഷെ ഗ്ലോ ആണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. പിന്നെ ഇതാ ഇപ്പം ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഫേസ് വാഷ് ചെയ്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ, സ്കിൻ കെയർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സ്കിന്ന് ഗ്ലോ ആണ്, അതെനിക്ക് തോന്നുന്നു ഓയിലി സ്കിൻ ആയ കാരണമായിരിക്കും എൻ്റെ സ്കിൻ ഇത്ര ഗ്ലോ. അതുപോലെ തന്നെ ഞാൻ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹെയർ ഇല്ലേ, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുണ്ട്, അപ്പോൾ തന്നെ നമുക്കൊരു ഓൾറെഡി ഒരു ഗ്ലോ വരും സ്കിന്നിന്. അല്ലാണ്ട് എൻ്റെ സ്കിൻ ക്ലിയർ അല്ല കേട്ടോ. അത് കുറേ പേരെ കമൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഇത്ര സ്കിന്ന് നല്ല ക്ലിയർ ആവണേന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ സ്കിന്ന് ക്ലിയർ അല്ല, എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും പിമ്പിൾസും എല്ലാം ഉണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആക്കേണ്ട സ്കിൻ കെയറിലോട്ട് പോകാം. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നിട്ടാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ കുറച്ച് എക്കോ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ തന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് എക്കോ വരുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്കിൻ കെയറിനെ കുറിച്ച് പറയും. ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് നോക്കണം, സ്കിൻ കെയർ ചെയ്യണം. സ്കിന്നിൽ പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ സ്കിന്നിൽ പിമ്പിൾസ് വന്നു, അത് മാറ്റണം. ആ ഒരു ടൈമിലാണ് ഞാൻ സ്കിൻ കെയർ കൂടുതൽ ചെയ്യാറുള്ളത്. സാധാരണ ഞാൻ ഫേസ് വാഷ് ചെയ്യും, അത് ഞാൻ ഡെയിലി 2 times വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. മോർണിംഗും നൈറ്റ് കിടക്കുമ്പോഴും അങ്ങനെ രണ്ട് തവണയായിട്ട് ഫേസ് വാഷ് ചെയ്യും. പിന്നെ ഞാൻ മോയ്സ്ചറൈസർ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, വളരെ കുറവാണ്, എന്നാലും അപ്ലൈ ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ സെറം ഞാൻ നൈറ്റാണ് കൂടുതലും അപ്ലൈ ചെയ്യാറുള്ളത്. മോർണിംഗ് കുറവാണ്, എന്നാലും മോർണിംഗ് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനൊന്നും ഇപ്പോൾ ക്രീമും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യില്ല ഡാർക്ക് സർക്കിളിന്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ വളരെ ചുരുങ്ങിയ സ്റ്റെപ്സ് ഒക്കെ ഉള്ളൊരു സ്കിൻ കെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഫേസ് ക്ലെൻസിങ് അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ചെയ്ത കാരണം ഞാൻ ഒന്നും കൂടിയും കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ 2-3 തവണ ഫേസ് വാഷ് ചെയ്യില്ല, 2 തവണ മാക്സിമം ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തു. ഞാൻ ഫേസ് വാഷിന് വേണ്ടി ഞാൻ മാമർത്തിൻ്റെ ഫേസ് വാഷ്, അതായത് റൈസ് വാട്ടറിൻ്റെ, ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, അത് യൂസ് ചെയ്യാറുണ്ട്. ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെയില്ല, ഞാൻ കുറേ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. എനിക്ക് ഇന്ന ബ്രാൻഡ് ഫേസ് വാഷ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. സോ പറയാനാണെങ്കിൽ കുറേ ഉണ്ടാവും. മെയിനായിട്ട് ഞാൻ മാമർത്തിൻ്റെയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ എല്ലാത്തിൻ്റെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ടോണറാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. റോസ് ഹിപ്പിൻ്റെയും അതുപോലെ തന്നെ ഉത്താൻ്റെയും. ഇതെനിക്ക് PR, അതായത് പ്രൊമോഷനായിട്ട് കിട്ടിയതാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോണറും ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ തോന്നണം സ്കിൻ കെയർ ഒക്കെ കൂടുതൽ ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ടോണറൊക്കെ യൂസ് ചെയ്യും. പിന്നെ മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നല്ല വേർക്കുന്നുണ്ട് കേട്ടോ, നല്ല ചൂടാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ടോണർ യൂസ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ, നല്ല സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ടോണർ ഒന്ന് ഡ്രൈ ആയിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ വേഗം. സ്കിന്നിൽ ടോണർ സ്പ്രേ ചെയ്തപ്പോൾ തന്നെ നല്ല ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ സ്കിന്ന്. ഓക്കെ, ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ശരിക്കും എൻ്റെ കയ്യിൻ്റെ കളറും സ്കിന്നിൻ്റെ കളറും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നല്ല രീതിക്ക് എൻ്റെ കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് എപ്പോഴും പുറത്തേക്ക് പോവുകയാണ്. സോ നല്ല രീതിക്ക് എൻ്റെ കയ്യിലും കാലിലും ടാൻ അടിച്ചിട്ടുണ്ട്. ഫേസ് അങ്ങനെ ടാൻ അടിച്ചിട്ടില്ല കേട്ടോ, നോക്കൂ, കണ്ടോ, നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ സ്കിൻ ടോൺ തമ്മിൽ. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ബയോഡെർമയുടെ ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഫ്ലിപ്പായിട്ടാവും കാണുന്നുണ്ടാവുക. ബയോഡെർമയുടെ അട്ടോഡെർം ക്രെം അൾട്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. പോൺസിൻ്റെയും ഞാൻ യൂസ് ചെയ്യും. പോൺസിൻ്റെയാണ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ കേട്ടോ. ഇതിപ്പോൾ തുടങ്ങിയതാണ് ബയോഡെർമയുടെ യൂസ് ചെയ്യൽ.
എനിക്ക് തോന്നുന്നു ഈ ഒരു മോയ്സ്ചറൈസർ കുറച്ചും കൂടി ബെറ്റർ ഡ്രൈ സ്കിൻകാർക്കാണെന്ന്. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ട് എന്താ പറയുക, എൻ്റെ സ്കിന്ന് ഡ്രൈ ആവണ പോലെ ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാൻ വിചാരിക്കും കേട്ടോ. ഞാൻ പക്ഷെ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ ഞാൻ എടുക്കുള്ളൂ മോയ്സ്ചറൈസർ. ചെറുതായിട്ട് ഓയിലി ആക്കണം ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്, ബയോഡെർമയുടെ. ഓക്കെ, ഞാൻ സൺലൈറ്റിൻ്റെ കറക്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം തന്നെ ഫേസിനൊരു പ്രത്യേക ഗ്ലോ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇവിടെ നിന്നിട്ട് അങ്ങനെ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ, വളരെ കുറവാണ്. ഷോർട്സൊക്കെ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഓക്കെ, തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ 2 പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഒന്ന് കോസറക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിയം പവർ എസൻസ്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് 1% ഓഫ് ഗ്ലൈക്കോളിക് ആസിഡ് സെറം. ഇത് രണ്ടും PR ആയിട്ട് കിട്ടിയതല്ല, രണ്ടും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് സെറം, ഇത് ഞാൻ കൂടുതലും നൈറ്റാണ് യൂസ് ചെയ്ത്, ഞാൻ ചിലപ്പോൾ മോർണിംഗ് യൂസ് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. ഇതെനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ച് എന്താ പറയുക മേടിച്ച ഒരു സാധനമാണ്. ഇതിന് നല്ല റേറ്റ് ഉണ്ടല്ലോ, സോ കുറച്ച് ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ കുറേ പേരുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് ഫെയ്ഡ് ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ സെറമാണ്. ഞാൻ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടോ സ്കിന്ന്, ഭയങ്കര സോഫ്റ്റായി. ഈ ഒരു പിമ്പിൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് പോവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസ് ഇരിക്കാറില്ല. ഒരു കൂടിപ്പോയാൽ ഒരു 2 ആഴ്ച, അതിന് അപ്പുറം അങ്ങോട്ട് പോകാറില്ല. അപ്പോഴേക്കും പിമ്പിൾസൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ ഇതാ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ തലേദിവസം വന്നതാണ്, 3 ദിവസമായി. പക്ഷെ ഇതെപ്പോഴേക്കും കണ്ടോ പോയി തുടങ്ങി. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മാർക്ക് ഉണ്ടോ, പിമ്പിൾസ് വന്ന് പോയതിൻ്റെ മാർക്ക് ചില സമയത്ത് ഇരിക്കാറുണ്ട്. അതാണ് എനിക്കിഷ്ടമുള്ളതൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഒരുമിച്ച് യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ടൈം ഇത് യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ മോർണിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുള്ളൂ. ഇതാണ് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് ഒരുമിച്ച് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ സെറാണ്, സ്കിന്ന് ബ്രൈറ്റനൊക്കെ ആവാനുള്ളൊരു സെറാണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് എന്താ പറയുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്, സൺസ്ക്രീൻ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് എക്കോളജിക്കയുടെ സൺസ്ക്രീൻ. ഇതെൻ്റെ 4th or 5th ബോട്ടിലാണ്, എനിക്ക് തോന്നുന്നു 5th ബോട്ടിലാണെന്ന് തോന്നുന്നത്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ, ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് എൻ്റെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ്. നമ്മുടെ സ്കിൻ ഒട്ടും ഓയിലി ആക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, ഒട്ടും ഓയിലി ആക്കുന്നില്ല. പിന്നെ നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നമുക്ക്. അക്കോളജിക്കയുടെ ഗ്ലോയി പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ, പപ്പായ ആൻഡ് വൈറ്റമിൻ സി, ബ്രൈറ്റൻ ആൻഡ് ഹൈഡ്രേറ്റ്, SPF 50+, PA++++, UVA UVP. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 449 റുപ്പീസാണ്. പക്ഷേ ഇത് ഇത്ര ഇല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 353 സംതിങ് ആണ് വരുന്നത്. ഇത് ഞാൻ എപ്പോഴും പർപ്പിൾ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. അത് ഞാൻ 2 ഫിംഗർ റൂളൊക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ചുമ്മാ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാരി തേക്കുകയാണ് ചെയ്യാറില്ല കേട്ടോ. 2 ഫിംഗർ റോളൊന്നും നോക്കില്ല, കൈയിടിയിൽ ഞാൻ ഇങ്ങനെ ആക്കും. പിന്നെ എനിക്ക് തോന്നണത്ര ഞാൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഞാൻ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്ത് പോകുന്ന സംഭവമാണ് കേട്ടോ അക്കോളജിക്കയുടെ സൺസ്ക്രീൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കയ്യിൽ നല്ല രീതിക്ക് ടാൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഫേസിൽ അത്ര അങ്ങോട്ട് അടിക്കുന്നില്ല, പക്ഷെ കൈ ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലൊക്കെ ഞാൻ നന്നായിട്ട് ഡെയിലി ഞാൻ സ്കൂട്ടിയിൽ പുറത്തേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് സൺസ്ക്രീൻ കഴിയുന്നുണ്ട് കേട്ടോ എൻ്റെ. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കാറുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഭയങ്കര വെയിലാണ്, പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ടാൻ അടിക്കുന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞു എൻ്റെ. ഇത്രയൊക്കെ ഞാൻ മോർണിംഗ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താറുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് എൻ്റെ ലിപ് ബാം.
ഗുഡ് വൈബ്സിൻ്റെ ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ലിപ് ബാം ആണ് കേട്ടോ, ലിപ്സ്റ്റിക് അല്ല. ഇതൊരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. എനിക്ക് എന്താ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിയാറായി കണ്ടോ, കുറച്ചും കൂടെ ഉള്ളൂ. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി ലിപ് ബാം ആണ്. കാരണം ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ലിപ് ബാം മാത്രം ഇട്ടാൽ മതി. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും, ഞാൻ ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴായാലും ലിപ് ബാം മാത്രം ഇട്ട് പുറത്തേക്ക് പോകട്ടെ. കാരണം ഈ ഒരു ടിൻറ്റ് നമുക്ക് തരുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ലിപ് ബാമും കൂടി ഞാൻ യൂസ് ചെയ്യാറുണ്ട് സ്കിൻ കെയറിൽ. മോർണിംഗ് സ്കിൻ കെയറിലായാലും നൈറ്റ് സ്കിൻ കെയറിലായാലും ഞാൻ ലിപ് ബാമും കൂടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാവില്ല യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു സെറത്തിൻ്റെ പകരം മുൻപ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊരു സെറാണ്. എനിക്ക് തോന്നുന്നു മിനിമലിസ്റ്റിൻ്റെ സെറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. മോയ്സ്ചറൈസർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോൺസിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ മാറാറില്ല, അക്വോളജിക്ക് തന്നെ. പിന്നെ ടോണർ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് വൈബ്സിൻ്റെ വേറൊരു ടോണർ ഉണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. ഫേസ് വാഷ് നേരത്തെ പറഞ്ഞ പോലെ മാറി യൂസ് ചെയ്യും. ലിപ് ബാമും ഞാൻ ഇടയ്ക്ക് മാറ്റാറുണ്ട്. സൂഡിയോയുടെ ലിപ് ബാമും ഞാൻ മാറ്റി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സംഭവമില്ല. ഞാൻ മാറി നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാറുണ്ട്, പുതിയ പ്രൊഡക്ട്സ് ഒക്കെ. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഇതാണ് കേട്ടോ. അപ്പോൾ കുറേ പേരെ കമൻറ്റ് കണ്ടു സ്കിന്ന് ഭയങ്കര ക്ലിയർ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ വെച്ചിട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോർണിംഗ് സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ ചിലപ്പോൾ ഇതെല്ലാം പ്രൊഡക്ട്സ് മാറ്റി യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.